ഇസ്ലാമിക വിശ്വാസപ്രകാരം മരണത്തിനും പുനരുദ്ധാനത്തിനും, അതായത് ഖിയാമത്ത് നാളിനും ഇടയിലുള്ള ഒരവസ്ഥയാണ് ബർസഖ്. ബർസഖ് എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള മറ അല്ലെങ്കിൽ തടസ്സം എന്നാണ്. ഈ ലോകത്തെ ജീവിതത്തിനും പരലോകത്തെ ശാശ്വത ജീവിതത്തിനും ഇടയിലുള്ള ഒരു വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രം. ഒരാൾ മരിക്കുന്ന നിമിഷം മുതൽ ലോകാവസാനം കഴിഞ്ഞ് എല്ലാവരും പുനർജനിപ്പിക്കപ്പെടുന്നതുവരെയുള്ള കാലയളവാണ് ബർസഖ്. ഭൗതിക ലോകവുമായി ബന്ധം വേർപ്പെടുകയും എന്നാൽ വിചാരണയ്ക്ക് ശേഷമുള്ള സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരാത്തതുമായ ഒരു അവസ്ഥയാണിത്. ബർസഖിലെ ജീവിതം ഭൗതികമായ ഒന്നല്ല, മറിച്ച് ആത്മീയമായ ഒന്നാണ്. അവിടെ ശരീരം മണ്ണടിഞ്ഞാലും ആത്മാവ് അതിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഖബറിൽ വെച്ച് മുൻകർ നക്കീർ എന്നീ മലക്കുകൾ വന്ന് 3 പ്രധാന ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് നിന്റെ നാഥൻ ആര്, നിന്റെ മതം ഏത്, നിന്റെ പ്രവാചകൻ ആര് എന്നിങ്ങനെയാണ്. ഒരാൾ ഈ ലോകത്ത് ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ബർസഖിൽ സുഖമോ ശിക്ഷയോ ലഭിക്കുന്നു. നല്ലവരായ മനുഷ്യർക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു ജാലകം തുറക്കപ്പെടുമെന്നും പാപികൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുമെന്നുമാണ് വിശ്വാസം. ഭൗതിക ലോകത്തെ പോലെയല്ല ബർസഖിലെ സമയം. അവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും മരിച്ച ആൾക്ക് അത് വളരെ കുറഞ്ഞ സമയമായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ബർസഖിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് വീണ്ടും ഈ ലോകത്തേക്ക് വരാൻ സാധിക്കുകയില്ല. മരണം പരലോകത്തിൻ്റെ ആദ്യത്തെ പടിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ബർസഖിലെ അവസ്ഥ ഒരാളുടെ പരലോക ജീവിതത്തെ ഒരു സൂചനയായിരിക്കും. നമ്മൾ വിതച്ചതിൻ്റെ ഫലം കൊയ്യാൻ തുടങ്ങുന്ന ആത്മീയ ലോകത്തെ ആദ്യ സ്റ്റേഷനാണ് ബർസഖ്. ഖുർആനിൽ ബർസഖ് എന്ന വാക്ക് നേരിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് മരണാനന്തരമുള്ള മറയെ സൂചിപ്പിക്കാനാണ്. അവർക്ക് മുമ്പിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറയുണ്ടായിരിക്കുന്നതാണ് എന്ന് സൂറത്ത് അൽ മുഅ്മിനൂൻ 100 പറയുന്നുണ്ട്. ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത് മരിച്ചവർക്ക് ഈ ലോകത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം ശക്തമായ ഒരു തടസ്സം അവിടെ ഉണ്ടെന്നാണ്. തങ്ങൾ പാഴാക്കിയ സമയത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നവർക്ക് പോലും ആ മതിൽ മറികടക്കാൻ സാധിക്കുകയില്ല. പ്രവാചകൻ മുഹമ്മദ് നബി ഖബർ ജീവിതത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ്. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു ഖബറിനടുത്തു നിന്ന് കരയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഖബർ എന്നത് പരലോകത്തെ താവളങ്ങളിൽ വെച്ച് ആദ്യത്തേതാണ്. അതിലൊരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് അതിനേക്കാൾ എളുപ്പമായിരുന്നു. അതിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ശേഷമുള്ളത് അതിനേക്കാൾ കഠിനവുമായിരിക്കും. സത്യവിശ്വാസിയായ ഒരാളോട് മലക്കുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി നൽകുമെന്നും അപ്പോൾ ഖബർ വിശാലമാക്കപ്പെടുമെന്നും ഹദീസിലുണ്ട്. എന്നാൽ സത്യനിഷേധിയോ അല്ലെങ്കിൽ കപടവിശ്വാസിയായ ഒരാൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. ബർസഖിൽ കഴിയുന്നവർക്ക് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അവർ അന്ത്യനാളിൽ എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ച് ഒരു അറിയിപ്പ് നൽകുന്നതായിരിക്കും. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വ്യക്തമാണ്. ചില പണ്ഡിതന്മാർ ബർസഖിലെ അവസ്ഥയെ നാം കാണുന്ന സ്വപ്നങ്ങളുമായി ഉപമിക്കാറുണ്ട്. ഒരാൾ ഉറക്കത്തിൽ പേടി സ്വപ്നം കാണുമ്പോൾ അയാൾ കഠിനമായ വേദനയും ഭയവും സ്വയം അനുഭവിക്കുകയാണ്. എന്നാൽ തൊട്ടടുത്തിരിക്കുന്നയാൾ അത് അറിയുന്നതുമില്ല. അതുപോലെ തന്നെ നല്ല സ്വപ്നം കാണുന്നവൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. ബർസഖിലെ ശിക്ഷയും സുഖവും ആത്മീയമാണ്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഖബറിനുള്ളിൽ എന്തു നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ബർസഖ് എന്നത് വെറുമൊരു നിശബ്ദതയല്ല, മറിച്ച് ആത്മാവ് അതിൻ്റെ കർമ്മങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്ന ഒരു ലോകമാണ്. പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ, ഉപകാരപ്രദമായ അറിവ് എന്നിവ മരിച്ചയാൾക്ക് ബർസഖിൽ ആശ്വാസം നൽകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ബർസഖിൽ പരസ്പരം കാണാൻ സാധിക്കുമോ? ബർസഖിലെ ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടുമോ എന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ താല്പര്യമുള്ള ഒരു വിഷയമാണ്. ഇസ്ലാമിക പ്രമാണങ്ങളും പണ്ഡിത വിശദീകരണങ്ങളും അനുസരിച്ച് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വിശ്വാസികളായ ആളുകളുടെ ആത്മാക്കൾ ബർസഖിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുമെന്നും സംസാരിക്കുമെന്നും പ്രമുഖ ഹദീസുകളെ മുൻനിർത്തി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ആത്മാവിനെ മുൻപ് മരണപ്പെട്ട വിശ്വാസികളുടെ ആത്മാക്കൾ വന്ന് സ്വീകരിക്കുമെന്ന് ഹദീസുകളിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒരു സുഹൃത്ത് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നാം സന്തോഷിക്കുന്നത് പോലെ അവർ ആ ആത്മാവിനെ വരവേൽക്കുമെന്ന് പറയുന്നു. ഭൂമിയിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് അവർ പുതുതായി വന്ന ആത്മാവിനോട് ചോദിച്ചറിയുമെന്നും പറയപ്പെടുന്നു.
അയാൾ എന്തു ചെയ്യുന്നു, അയാൾ വിവാഹം കഴിച്ചോ എന്നിങ്ങനെയല്ല. എല്ലാ ആത്മാക്കളും ഒരേ സ്ഥലത്തല്ല ഉണ്ടാവുക. അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ തലങ്ങളിലായിട്ടായിരിക്കും അത്. ഉയർന്ന പദവിയിലുള്ള ആത്മാക്കൾ താഴെയുള്ളവരെ സന്ദർശിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ താഴെത്തട്ടിലുള്ളവർക്ക് മുകളിലുള്ളവരുടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ശിക്ഷ അനുഭവിക്കുന്ന ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ഒത്തുചേരൽ സാധ്യമാകില്ല എന്നാണ് പൊതുവായ അറിവ്. അവർ തങ്ങളുടെ ശിക്ഷയുടെ കാഠിന്യത്തിലും തിരക്കിലുമായിരിക്കും. പരസ്പരം കാണുന്നതിനേക്കാൾ വലിയ വേദനയിലൂടെ ആയിരിക്കും അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബർസക്കിലുള്ള ആത്മാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായി സ്വപ്നങ്ങളിലൂടെ ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം തൻ്റെ കിതാബുൽ റൂഹ് എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആത്മാക്കൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ ആത്മീയമായ ഒന്നാണ്. അത് നമ്മുടെ ഭൗതികമായ കാഴ്ച പോലെയല്ല എന്ന് വ്യക്തമാണ്. നല്ലവരായ മനുഷ്യരുടെ ആത്മാക്കൾ ബർസക്കിൽ വെച്ച് പരസ്പരം കാണുകയും സംസാരിക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. അതവർക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമായിരിക്കും. മതപരമായ വിശ്വാസങ്ങൾക്കും പണ്ഡിത വിശദീകരണങ്ങൾക്കും അനുസരിച്ച് ബർസക്കിലെ കണ്ടുമുട്ടലുകൾ പ്രധാനമായും അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ്: അതെ. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായം വിശ്വാസികളായ ആത്മാക്കൾ ബർസക്കിൽ സ്വതന്ത്രമായിരിക്കുമെന്നും അവർ പക്ഷികളെപ്പോലെ സ്വർഗ പൂന്തോപ്പുകളിൽ വിഹരിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പരസ്പരം സ്നേഹിച്ചിരുന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അവിടെ വെച്ച് ഒത്തുചേരാൻ സാധിക്കും. അവർ അന്യോന്യം സംസാരിക്കുകയും ഭൂമിയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം തൻ്റെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റു മതസ്ഥരായ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് വിശദീകരണം ഇങ്ങനെ: ഇക്കാര്യത്തിൽ ഇസ്ലാമിക വീക്ഷണം കുറച്ച് വ്യത്യസ്തമാണ്. ബർസക്കിലെ ഒത്തുചേരൽ പ്രധാനമായും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. വിശ്വാസികളുടെ ആത്മാക്കളുടെ സങ്കേതവും അവിശ്വാസികളുടെ ആത്മാക്കളുടെ സങ്കേതവും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യതയില്ലെന്നാണ് പ്രബലമായ അഭിപ്രായം. ബർസക്ക് എന്നത് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന ഇടമാണ്. ശിക്ഷിക്കപ്പെടുന്ന ആത്മാക്കൾ തടവിലാക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാനോ മറ്റുള്ളവരെ സന്ദർശിക്കാനോ ഉള്ള അനുവാദം ഉണ്ടായിരിക്കുകയില്ല. മറ്റു മതസ്ഥരായ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചവരാണോ എന്നത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അന്ത്യവിധി നാളിലെ അള്ളാഹുവിൻ്റെ തീർപ്പിന് ശേഷം മാത്രമേ അന്ത്യമായ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും അയാൾ പരലോകത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ബർസക്കിലെ ജീവിതം എന്നത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കും വിധേയമാണ്. നമ്മുടെ ഭൗതികമായ സൗഹൃദത്തേക്കാൾ അവിടെ പ്രസക്തമാകുന്നത് ആത്മീയമായ പൊരുത്തമാണ്. വിശ്വാസികളായ സുഹൃത്തുക്കൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ സാധ്യമാണ്. എന്നാൽ വിശ്വാസപരമായ വ്യത്യാസങ്ങളോ പാപങ്ങളോ കാരണം ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുകയില്ല. ബർസക്കിലെ സമയം പെട്ടെന്ന് കടന്നു പോകുന്നതായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്രകാരമെങ്കിൽ ഭൂമിയിലെ സമയമല്ല ബർസക്കിലെ സമയമെങ്കിൽ ഒരു വ്യക്തി മരിച്ച ഉടനെ അയാളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അയാളിലേക്ക് എത്തുന്നു. അതായത് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ. സമയത്തിൻ്റെ വേഗതയെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ ഒത്തുചേരലിനെക്കുറിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ചില രസകരമായിട്ടുള്ള സൂചനകളുണ്ട്. അത് നമുക്ക് നോക്കാം. ഭൗതിക ലോകത്തെ 100 വർഷം ബർസക്കിലെ ഒരാളുടെ ഉച്ചയുറക്കത്തിൻ്റെ അത്ര സമയമേ തോന്നുകയുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് തെളിവായി ഖുർആനിലെ ചില വചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പുനരുദ്ധാന നാളിൽ മനുഷ്യരോട് നിങ്ങൾ ഭൂമിയിൽ എത്ര കാലം കഴിച്ചുകൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമത്രേ, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതിയോ എന്ന്. ഖുർആൻ 23:113 പറയുന്നു. അതുകൊണ്ട് തന്നെ മരിച്ച ഒരാൾക്ക് തൻ്റെ പ്രിയപ്പെട്ടവർ ഖബറിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നായി അനുഭവപ്പെടും. പുതിയ ആൾ വരുമ്പോഴുള്ള സന്തോഷം ഇങ്ങനെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിച്ച ഒരു വിശ്വാസിയുടെ ആത്മാവ് ബർസക്കിലെത്തുമ്പോൾ അവിടെയുള്ള മറ്റുള്ളവർക്ക് അത് വലിയ ആഘോഷമാണ്. ഹദീസുകളിൽ പറയുന്നത്, ദീർഘകാലം കാണാതിരുന്ന ഒരാൾ മടങ്ങി വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ അധികം അവർ സന്തോഷിക്കും. പുതുതായി എത്തിയ ആളിനോട് അവർ ചോദിക്കും, ആൾക്ക് എന്തു പറ്റി, അദ്ദേഹം വന്നില്ലേ എന്നൊക്കെ. അപ്പോൾ പുതിയ ആൾ പറയും, അദ്ദേഹം എനിക്ക് മുമ്പേ മരിച്ചതാണല്ലോ, നിങ്ങളുടെ അടുത്ത് എത്തിയില്ലേ എന്ന് ചോദിക്കും. അവർ വന്നില്ലെന്നറിയുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമമാകും. കാരണം ആ ആത്മാവ് ശിക്ഷയുടെ ലോകത്താണോ എന്നവർ ഭയപ്പെടുന്നത് കൊണ്ടാണത്. ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മരണപ്പെട്ടവർക്ക് അവിടെ വെച്ച് സന്തോഷം നൽകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമ്മുടെ സലാം അവർ കേൾക്കുമെന്നും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് സമ്മാനങ്ങളായി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു.
സമയത്തിൻ്റെ വ്യത്യാസം കാരണം മരിച്ചവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള വേർപാട് വളരെ കുറഞ്ഞ സമയമായി അനുഭവപ്പെടുകയും അവർ ബർസക്കിൽ വെച്ച് വൈകാതെ ഒന്നിക്കുകയും ചെയ്യും, അവർ വിശ്വാസികളാണെങ്കിൽ. ബർസക്കിലെ ജീവിതകാലം ഭൂമിയിലെ ജീവിതത്തേക്കാൾ വളരെ കൂടുതലാണ്. ഇതിനെക്കുറിച്ച് ലളിതമായി നമുക്ക് നോക്കാം. ഭൂമിയിലെ ശരാശരി ആയുസ് 60 മുതൽ 80 വർഷം വരെയാണെങ്കിൽ ബർസക്കിലെ ജീവിതം ഒരാൾ മരിക്കുന്നത് മുതൽ ലോകാവസാനം വരെയുള്ള കാലയളവാണ്. ഉദാഹരണത്തിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാൾ ഇപ്പോഴും ബർസക്കിലാണുള്ളത്. പുനരുദ്ധാന നാൾ വരെ അയാൾ അവിടെ തുടരേണ്ടതാണ്. അതുകൊണ്ട് ഭൗതികമായ കണക്കനുസരിച്ച് ബർസക്കിലെ കാലം ഭൂമിയുടെ ജീവിതത്തേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. ഭൗതികമായി കൂടുതൽ കാലമാണെങ്കിലും അവിടെയുള്ളവർക്ക് അത് അനുഭവപ്പെടുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമായിട്ടായിരിക്കും. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. സൽക്കർമ്മികൾക്ക് ബർസക്കിലെ ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരു നിമിഷം പോലെയോ അല്ലെങ്കിൽ ഒരു സുഖകരമായ ഉറക്കം പോലെയോ അനുഭവപ്പെടും. ശിക്ഷ അനുഭവിക്കുന്നവർക്കാവട്ടെ ഓരോ നിമിഷവും വളരെ ദൈർഘ്യമുള്ളതായും പ്രയാസകരമായും അനുഭവപ്പെടും. ലോകാവസാനത്തിന് ശേഷം ജനങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഭൂമിയിലെയും ബർസക്കിലുമായി തങ്ങൾ എത്ര കാലം എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ചിലർ പറയും, നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോ മാത്രമാണ് അവിടെ കഴിഞ്ഞത് എന്ന്. ഇത് സൂറത്തുൽ കൗഫ്, സൂറത്തുൽ താഹ എന്നതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പരലോകത്തെ അനന്തമായ ജീവിതമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിലെയും ബർസക്കിലെയും ജീവിതം വളരെ നിസ്സാരമായി അവർക്ക് തോന്നും. ഗർഭാശയത്തിൽ 9 മാസത്തെ ദൈർഘ്യമാണ്. ഇത് വളർച്ചയുടെ കാലഘട്ടമാണ്. എന്നാൽ ഭൂമിയിലാകട്ടെ 60 മുതൽ 80 വർഷം വരെ ഇത് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഘട്ടമാണ്. ഇതാണ് പരീക്ഷണ ഘട്ടം. ബർസക്കിൽ 100 കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ. ഇത് കാത്തിരിപ്പിൻ്റെ ആദ്യഘട്ടമാണ്. പ്രതിഫലങ്ങളുടെ ആദ്യഘട്ടവും ഇവിടെ നിന്നാണ്. ആഖിറത്ത് അഥവാ പരലോകം അനന്തമാണ്. ശാശ്വതമായ ജീവിതം ഇവിടെയാണ് എന്ന് പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ബർസക്ക് എന്നത് പരലോകത്തേക്കുള്ള ഒരു വലിയ കവാടമാണ്. അവിടെ സമയം കൂടുതലാണെങ്കിലും അത് നമ്മുടെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കും. നമുക്ക് നോക്കാം ബർസക്കിൽ രാത്രിയും പകലും എങ്ങനെയാണ് എന്ന്. ബർസക്കിലെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും അവിടെയുള്ള അന്തരീക്ഷത്തെക്കുറിച്ചും വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണിത്. ബർസക്കിൻ്റെ അവസാനം. ബർസക്കി എന്ന ലോകം അവസാനിക്കുന്നത് സൂർ എന്ന കാഹളം ഊതുന്നതോടുകൂടിയാണ്. ഒന്നാമത്തെ ഊത്ത് ഇസ്രാഫീൽ എന്ന മലക്ക് ആദ്യമായി കാഹളത്തിൽ ഊതുന്നതോടെ ഭൂമിയിലുള്ളവരും ബർസക്കിലുള്ളവരും അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ബോധരഹിതരാവുകയോ മരിക്കുകയോ ചെയ്യും. അതോടെ ബർസക്കി എന്ന ഇടനില ലോകം അവസാനിക്കുന്നു. രണ്ടാമത്തെ ഊത്ത്. വീണ്ടും കാഹളത്തിൽ ഊതുമ്പോൾ ആദമിൻ്റെ മക്കളെല്ലാവരും ഒരേ സമയം പുനർജനിപ്പിക്കപ്പെടും. ഖബറുകളിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് മഹ്ശറ എന്ന വിചാരണ മൈതാനത്തിലേക്ക് നീങ്ങും. ഇതാണ് പരലോക ജീവിതത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം. അവിടെ രാത്രിയും പകലുമുണ്ടോ? ബർസക്ക് എന്നത് നമ്മൾ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക ലോകമല്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈ അനുഭവിക്കുന്ന തരത്തിലുള്ള രാത്രിയോ പകലോ ഇല്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുമുണ്ട്. ഓരോരുത്തരും കർമ്മങ്ങൾക്കനുസരിച്ചാണ് അവരുടെ അവസ്ഥകൾ മാറുന്നത്. നല്ലവരായ മനുഷ്യരുടെ കബറുകൾ പ്രകാശപൂരിതമായിരിക്കുമെന്നും എന്നാൽ പാപികളുടേത് ഇരുട്ട് നിറഞ്ഞതായിരിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബർസക്കിലുള്ളവർക്ക് തങ്ങൾ പോകേണ്ട സ്ഥലം സ്വർഗം അല്ലെങ്കിൽ നരകം രാവിലെയും വൈകുന്നേരവും കാണിച്ചു കൊടുക്കപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നമുക്കറിയാവുന്നതുപോലെ പകലും രാത്രിയുമല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ച ഒരു സമയക്രമം അവിടെയുമുണ്ട് എന്നാണ്. അവിടെ ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകുകയില്ല. അതിനാൽ തന്നെ രാത്രി ഉറങ്ങാനോ പകൽ ജോലി ചെയ്യാനോ ഉള്ള ആവശ്യം അവിടെ ഉണ്ടായിരിക്കുകയില്ല. അതൊരു അനുഭവങ്ങളുടെ ലോകമായിരിക്കും. വിശ്വാസികൾക്ക് ബർസക്കിൽ വെച്ച് തന്നെ സ്വർഗത്തിലെ സുഗന്ധം അനുഭവിക്കാനാകുമെന്നും അവർക്ക് സ്വർഗത്തിലെ വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടുമെന്നും പറയപ്പെടുന്നു. സത്യത്തിൽ അതൊരു സുഖകരമായ കാത്തിരിപ്പായിരിക്കാം. ബർസക്ക് എന്നത് രണ്ടാമത്തെ കാഹളമൂട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോകമാണ്. അവിടെ ഭൂമിയിലെ പോലെ സൂര്യോദയമോ അസ്തമയമോ ഇല്ലെങ്കിലും പ്രകാശവും സമാധാനവും നിറഞ്ഞ ആത്മീയമായ ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ നമുക്കൊരു സംശയം വീണ്ടും ഉണ്ടായി. സുവർണ്ണ കാഹളം ഊതുമ്പോൾ ബർസക്കിലുള്ളവർ വീണ്ടും മരിക്കേണ്ടതായി വരുന്നു. സൂർ കാഹളം ഊതപ്പെടുമ്പോൾ ബർസക്കിലുള്ളവർക്ക് എന്തു സംഭവിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ള എല്ലാവരും ഒരുമിച്ച് വീഴുകയോ അല്ലെങ്കിൽ ബോധരഹിതരാവുകയോ ചെയ്യുമെന്ന്
ഖുർആൻ വ്യക്തമാക്കുന്നു. കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ബോധരഹിതരായി വീഴും. ഇവിടെ ബോധരഹിതരാകുമെന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: ബർസക്കിലുള്ളവർ നേരത്തെ തന്നെ ഭൗതികമായി മരിച്ചവരാണ്. അതിനാൽ അവർക്ക് രണ്ടാമതൊരു മരണം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഭൂമിയിലുള്ളവരെ പോലുള്ള മരണവും ഉണ്ടാവുകയില്ല. പകരം കാഹളത്തിൻ്റെ ഭയാനകമായ ശബ്ദം കേൾക്കുമ്പോൾ അവർ അതീവമായ ബോധക്ഷയത്തിലേക്കോ അല്ലെങ്കിൽ ഒരുതരം നിശ്ചലതയിലേക്കോ നീങ്ങും. ആർക്കൊക്കെയാണ് ഇളവ് ലഭിക്കുന്നത്? ഖുർആൻ സൂചിപ്പിച്ച അള്ളാഹു ഉദ്ദേശിച്ചവർ എന്ന വാക്ക്, ഇതിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. മലക്കുകളായിട്ടുള്ള ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ എന്നിവർ ശുഹദാക്കൾ അഥവാ രക്തസാക്ഷികൾ. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരും ഉപജീവനം നൽകപ്പെടുന്നവരുമാണ് എന്ന് വ്യക്തമാണ്. മറ്റൊന്ന് പ്രവാചകന്മാരാണ്. രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നതോടെ എല്ലാവരും ബോധം തെളിഞ്ഞ് അല്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടി കബറുകളിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് പറയുന്നു. പിന്നീട് അതിൽ മറ്റൊരിക്കൽ കൂടി ഊതപ്പെടും. അപ്പോഴതാ അവർ എഴുന്നേറ്റ് നോക്കുന്നു. സൂറത്ത് സുമർ 68. ഈ നിമിഷമാണ് ബർസഖി എന്ന അവസ്ഥ പൂർണ്ണമായും ഇല്ലാതാകുന്നത്. പിന്നീടെല്ലാവരും വിചാരണയ്ക്കായി ഒരുമിച്ച് കൂട്ടപ്പെടും. ചുരുക്കത്തിൽ ബർസഖിലുള്ളവർക്ക് ഭൂമിയിലുള്ളവരെ പോലെ രണ്ടാമതൊരു മരണം സംഭവിക്കുകയില്ല. എന്നാൽ കാഹളത്തിൻ്റെ ആ ഭീകര ശബ്ദത്തിൽ അവർക്ക് ബോധക്ഷയം സംഭവിക്കുകയും രണ്ടാമത്തെ ഊത്തോടെ അവർ വിചാരണയ്ക്കായി ഉണരുകയും ചെയ്യും. ഊത്തുകൾക്കിടയിലുള്ള സമയദൈർഘ്യം. 2 കാഹളമൂത്തുകൾക്കിടയിൽ സമയദൈർഘ്യത്തെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഹദീസ് ഇപ്രകാരമാണ്. പ്രശസ്തമായ ഒരു ഹദീസിൽ അബൂ ഹുറൈറ നിവേദനം ചെയ്തത് 2 ഊത്തുകൾക്കിടയിൽ 40 ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നാൽ 40 ദിവസമാണോ 40 മാസമാണോ അതോ 40 വർഷമാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ഹദീസിൻ്റെ ഭാഗം ഇങ്ങനെ: 2 ഊത്തുകൾക്കിടയിൽ 40 ഉണ്ട്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അത് 40 ദിവസമാണോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അവർ വീണ്ടും ചോദിച്ചു, അത് 40 വർഷമാണോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ഈ ഹദീസ് ബുഖാരി മുസ്ലിമിലും ഉണ്ട്. പല പണ്ഡിതന്മാരും ഇത് 40 വർഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ സമയത്താണ് ലോകം മുഴുവൻ പൂർണ്ണമായും നശിക്കുന്നതും പിന്നീട് പുനർജന്മത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതും. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ 40 വർഷ കാലയളവിൽ സംഭവിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. ഒന്നാമത്തെ ഊത്തിനു ശേഷം ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളുമെല്ലാം തകർക്കപ്പെടും. പ്രപഞ്ചം മുഴുവൻ നിശ്ചലമാകും. അല്ലാഹു അല്ലാതെ മറ്റാരും ആ സമയത്ത് അവശേഷിക്കുകയില്ല. ആകാശത്തു നിന്നുള്ള ഒരു മഴ. രണ്ടാമത്തെ ഊട്ടിന് മുമ്പായി അല്ലാഹു ആകാശത്തു നിന്ന് ഒരു പ്രത്യേകതരം മഴ പെയ്യിക്കും. മനുഷ്യൻ്റെ നട്ടലിൻ്റെ അറ്റത്തുള്ള ചെറിയൊരു അസ്ഥിയിൽ നിന്ന് മനുഷ്യ ശരീരങ്ങൾ മണ്ണിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു വരുന്നത് പോലെ വീണ്ടും വളരാൻ ഈ മഴ കാരണമാകും. ശരീരങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഇസ്രാഫീൽ രണ്ടാമതും ഊതും. അപ്പോൾ ആത്മാക്കൾ ശരീരങ്ങളിലേക്ക് മടങ്ങും. എല്ലാവരും ഒരുപോലെ എഴുന്നേൽക്കുകയും ചെയ്യും. ബർസഖ് എന്ന ഇടവേള കഴിഞ്ഞ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഗൗരവമേറിയ ഘട്ടമാണ് മഹ്ശറ. രണ്ടാമത്തെ കാഹളമൂട്ടിന് ശേഷം എല്ലാവരും വിചാരണയ്ക്കായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിശാലമായ മൈതാനത്തെയാണ് മഹ്ശറ എന്ന് വിളിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്ന പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഭൂമി ഇന്നത്തെ രൂപത്തിലായിരിക്കില്ല. അവിടെ മലകളോ താഴ്വാരങ്ങളോ അടയാളങ്ങളോ ഇല്ലാത്ത പരന്ന വെളുത്ത ഒരു ഭൂമിയായിരിക്കും അത്. നഗ്നപാതരായി എല്ലാവരും വസ്ത്രമില്ലാത്തവരുമായാണ് കബറിൽ എഴുന്നേൽക്കുക. ആയിഷ റളിയല്ലാഹു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്യോന്യം നോക്കാൻ പോലും കഴിയാത്തത്ര ഭയാനകമായ അവസ്ഥയിലായിരിക്കും എല്ലാവരും എന്നാണ് പ്രവാചകൻ മറുപടി നൽകിയത്. സൂര്യൻ തലയ്ക്ക് തൊട്ടുമുകളിൽ ഏകദേശം 1 മൈൽ ദൂരത്തിലെത്തും. അതിൻ്റെ ചൂട് കാരണം മനുഷ്യർ വിയർപ്പിൽ മുങ്ങും. ഓരോരുത്തരുടെയും പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിൻ്റെ അളവ് മാറിക്കൊണ്ടേയിരിക്കും. മഹ്ശറയിലെ കഠിനമായ ചൂടിൽ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തണലിൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവർ: 1. നീതിമാനായ ഭരണാധികാരി, ദൈവഭക്തിയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയിലുമായി ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ട ആൾ, രഹസ്യമായി ദാനം ചെയ്യുന്നവർ. ഓരോ മനുഷ്യനും താൻ ഭൂമിയിൽ ചെയ്ത ഓരോ ചെറിയ കാര്യത്തിനും മറുപടി പറയേണ്ടതായി വരും. 5 ചോദ്യങ്ങൾ പ്രധാനമാണ്.
ആയുസ് എങ്ങനെ ചിലവഴിച്ചു, അറിവ് എങ്ങനെ ഉപയോഗിച്ചു, സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു, അത് എന്തിനു വേണ്ടി ചിലവഴിച്ചു, ശരീരം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒരാൾക്കും അവിടെ നിന്ന് നീങ്ങാൻ പോലും സാധിക്കുകയില്ല. നാവുകൊണ്ട് നമ്മൾ കള്ളം പറഞ്ഞേക്കാം, എന്നാൽ അന്ന് നമ്മുടെ കൈകളും കാലുകളും ചർമ്മവും നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് സാക്ഷി പറയുമെന്ന് ഖുർആൻ 36:65 വ്യക്തമായി പറയുന്നു. മഹ്ശറയിലെ കാത്തിരിപ്പ് സഹിക്കവയ്യാതെ ജനങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ അടുത്തും സഹായത്തിനായി ചെല്ലും. അവസാനം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് വിചാരണ തുടങ്ങാൻ ശുപാർശ ചെയ്യും. ഇതിനെ മഖാമുൽ മഹ്മൂദി എന്ന് വിളിക്കുന്നു. മനുഷ്യരുടെ നന്മകളും തിന്മകളും തൂക്കി നോക്കുന്ന തുലാസാണ് മീസാൻ. നന്മയുടെ തട്ട് തൂങ്ങിയവർ രക്ഷപ്പെടും. സിറാത്ത് നരകത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക് നീളുന്ന ഒരു പാലമാണിത്. ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചുള്ള വേഗതയിലായിരിക്കും അവർ അത് കടക്കുക. മിന്നൽ വേഗത്തിൽ കടക്കുന്നവരും ഇഴഞ്ഞു നീങ്ങുന്നവരും അവിടെ ഉണ്ടാകും. സ്വന്തം മാതാവിനെയോ പിതാവിനെ പോലും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാത്ത കർമ്മങ്ങൾ മാത്രം തുണയാകുന്ന ഒരു ലോകമാണ് മഹ്ശറ. വിചാരണയ്ക്ക് ശേഷം ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട അതീവ പ്രധാനമായ 2 ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. മഹ്ശറയിലെ കഠിനമായ ചൂടിലും ദാഹത്തിലും വലയുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൗസർ. അള്ളാഹു മുഹമ്മദ് നബിക്ക് നൽകിയ പ്രത്യേകമായ ഒരു അരുവിയാണ് ഇത്. ഇതിൻ്റെ കരകൾ സ്വർണം കൊണ്ടും മണ്ണ് കസ്തൂരിയും കൊണ്ട് ഉള്ളതാണ്. പാലിനേക്കാൾ വെളുത്തതും തേനിലും മാധുര്യമുള്ളതുമായ പാനീയമാണ് ഇതിലുള്ളത്. ഇതിൽ നിന്ന് ഒരിക്കൽ കുടിക്കുന്നവർക്ക് പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ദാഹിക്കുകയില്ല. പ്രവാചകന്റെ ചര്യകൾ കൃത്യമായി പിന്തുടരുന്ന വിശ്വാസികൾക്ക് അദ്ദേഹം സ്വന്തം കൈപ്പടിയിൽ നിന്ന് ഇത് കുടിപ്പിക്കും. എന്നാൽ പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരെ മലക്കുകൾ അവിടെ നിന്നും തടയുമെന്ന് പറയുന്നു. വിചാരണയ്ക്ക് ശേഷം ഒരാളുടെ നന്മകളും തിന്മകളും തൂക്കി നോക്കുന്ന ഘട്ടമാണിത്. എങ്ങനെയാണ് തൂക്കുക? ഇതൊരു ഭൗതികമായ തുലാസല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നീതി നടപ്പിലാക്കുന്ന ഒന്നാണ്. ഒരാൾ ചെയ്ത വലിയ നന്മകളും അതോടൊപ്പം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ തുടങ്ങിയ ലഘുവായ പ്രാർത്ഥനകളും ഈ തട്ടിൽ ഭാരം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. നന്മയുടെ തട്ട് താഴ്ന്നു നിൽക്കുന്നവർ വിജയിച്ചു. അവർക്ക് അവരുടെ കർമ്മരേഖ വലത് കൈയിൽ നൽകും. എന്നാൽ തിന്മയുടെ തട്ടിൽ ഭാരമുള്ളവർ പരാജിതരായിരിക്കും. നരകത്തിന് മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള ഏക വഴിപ്പാലമാണ് സിറാത്ത്. ഈ പാലം വാളിനേക്കാൾ മൂർച്ചയുള്ളതും തലനാരിരയേക്കാൾ നേർത്തതുമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പാലത്തിന് ഇരുവശത്തും നരകത്തിൽ നിന്നുള്ള വലിയ കൊളുത്തുകൾ ഉണ്ടായിരിക്കും. മഹ്ശറയിലെ പ്രകാശം ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് ആയിരിക്കും. ചിലർ മിന്നൽ വേഗത്തിൽ ഇത് കടന്നുപോകും, ചിലർ കാറ്റുപോലെയോ കുതിരയോടുന്ന വേഗത്തിലോ കടക്കും. മറ്റു ചിലരാകട്ടെ പാലത്തിൽ തട്ടി വീണും മുറിവേറ്റും വളരെ കഷ്ടപ്പെട്ട് ഇഴഞ്ഞു നീങ്ങും. നന്മയുള്ളവർ പാലം കടന്ന് സ്വർഗവാതിക്കൽ എത്തും. എന്നാൽ അവിശ്വാസികളും കടുത്ത പാപികളും പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വഴുതി വീഴും. സിറാത്ത് പാലം വിജയകരമായി കടന്നു കഴിഞ്ഞാൽ വിശ്വാസികൾ ഗന്ധറ എന്ന സ്ഥലത്ത് വെച്ച് പരസ്പരമുള്ള പിണക്കങ്ങൾ തീർത്ത് ശുദ്ധീകരിക്കപ്പെടും. അതിനുശേഷം അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവിടെ അവർ നിത്യമായി വസിക്കുകയും ചെയ്യും. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്രയും മനോഹരവും ശാശ്വതവുമായ ഇടമാണ് സ്വർഗം. അവിടെയുള്ള സുഖസൗകര്യങ്ങളെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും വന്ന ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു കണ്ണുകളും കണ്ടിട്ടില്ലാത്തതോ ഒരു കാതും കേട്ടിട്ടില്ലാത്തതോ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതോ ആയ കാര്യങ്ങളാണ് അവിടെയുള്ളത്. അതായത് ഭൂമിയിലെ സുഖങ്ങളുമായി അവയ്ക്ക് പേരിൽ മാത്രമേ സാമ്യമുണ്ടായിരിക്കുകയുള്ളൂ. ഗുണത്തിലും അനുഭവത്തിലും അവ തികച്ചും വ്യത്യസ്തമാണ്. സ്വർഗത്തിൽ വിശപ്പോ ദാഹമോ ഉണ്ടായിട്ടല്ല ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്, മറിച്ച് കേവലം ആസ്വാദനത്തിന് വേണ്ടിയാണത്. ആഗ്രഹിക്കുന്ന ഏത് പഴവർഗ്ഗങ്ങളും കയ്യെത്തും ദൂരത്ത് അവർക്ക് ലഭിക്കും. ഒരിക്കലും തീർന്നു പോകാത്ത വിധം അവ സുലഭമായിരിക്കും. സ്വർഗത്തിൽ പ്രധാനമായും 4 തരം അരുവികളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. തെളിനീർ പുഴകൾ, രുചിവ്യത്യാസമില്ലാത്ത പാൽപ്പുഴകൾ, കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്ന വീഞ്ഞ്, ശുദ്ധീകരിക്കപ്പെട്ട തേൻപുഴകൾ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. എല്ലാവരും യുവാക്കളായിരിക്കും. അവരുടെ പ്രായം ഏകദേശം 33 വയസ്സായിരിക്കും. അവിടെ വാർദ്ധക്യമോ മരണമോ എന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല.
ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖമായിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത്. അവിടെ മലമൂത്ര വിസർജമോ തുപ്പലോ ഉണ്ടാവുകയില്ല. കഴിക്കുന്ന ഭക്ഷണം ഒരു പ്രത്യേകതരം വിയർപ്പിലൂടെ പുറത്തു പോകും. അവിടെ വെറുപ്പോ അസൂയയോ പിണക്കങ്ങളോ ഉണ്ടാവുകയില്ല. എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും വസിക്കും. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങൾ അവിടെ ഉണ്ടാകും. കസ്തൂരി കൊണ്ടായിരിക്കും അതിൻ്റെ സിമൻറ്റ്. പട്ടുവസ്ത്രങ്ങളും പച്ച നിറത്തിലുള്ള സുന്ദരമായ വസ്ത്രങ്ങളുമാണ് അവർ ധരിക്കുക. സ്വർണം, വെള്ളി, മുത്ത് എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. വിരിപ്പുകൾ കട്ടിയുള്ള പട്ടുനൂൽ തുണി കൊണ്ട് അകവശം തുന്നിയ മെത്തകളിൽ അവർ ചാരിയിരിക്കുമെന്നും പറയുന്നു. സ്വർഗത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളെക്കാളും വലുതായി വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒന്നുണ്ട്: അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരം. അള്ളാഹുവിൻ്റെ സാമീപ്യവും അവൻ്റെ സംതൃപ്തിയും ലഭിക്കുന്ന ആ നിമിഷമായിരിക്കും സ്വർഗവാസികൾക്ക് ഏറ്റവും വലിയ ആനന്ദം നൽകുന്നത്. ഭൂമിയിൽ നാം ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിൽ വ്യത്യസ്ത പദവികൾ ഉണ്ടായിരിക്കും. ഏറ്റവും ഉയർന്ന സ്വർഗത്തെ ജന്നത്തുൽ ഫിർദൗസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം അള്ളാഹുവിനെ നിഷേധിച്ചവർക്കും അക്രമം പ്രവർത്തിച്ചവർക്കും നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷാകേന്ദ്രമാണ് നരകം. ഖുർആനിലും ഹദീസുകളിലും ഇതിനെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന വിവരണങ്ങളാണ് ഉള്ളത്. കേവലം ശിക്ഷ എന്നതിലുപരി ഒരാൾ ഭൂമിയിൽ ചെയ്ത തെറ്റുകൾക്കുള്ള പരിണിതഫലമായാണ് നരകത്തെ കാണുന്നത്. നരകത്തിലെ പ്രധാന അവസ്ഥകൾ നമുക്ക് നോക്കാം. ഭൂമിയിലെ തീയിനേക്കാൾ 70 മടങ്ങ് ചൂടുള്ളതാണ് നരകത്തിലെ തീയെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിറം കറുപ്പായിരിക്കും. കഠിനമായ ചൂട് കാരണം അത് കറുത്തിരണ്ട അവസ്ഥയിലാണ് എന്ന് വിവരിക്കപ്പെടുന്നു. നരകത്തിന് 7 കവാടങ്ങളുണ്ട് എന്നും ഓരോ വിഭാഗം പാപികൾക്കും പ്രത്യേക കവാടങ്ങളിലൂടെയായിരിക്കും പ്രവേശനമെന്നും പറയുന്നു. നരകത്തിലെ ഭക്ഷണവും പാനീയവും. നരകവാസികൾക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടുമെങ്കിലും അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അതിവേദന നൽകുന്നവയായിരിക്കും. നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മരമാണ് സക്കൂർ. ഇതിൻ്റെ കായ്കൾ പിശാചുക്കളുടെ തല പോലെയിരിക്കും. ഇത് കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങുകയും വയറിനുള്ളിൽ എണ്ണ തിളയ്ക്കുന്നത് പോലെ തിളയ്ക്കുകയും ചെയ്യും. ഒരുതരം മുള്ളുള്ള ചെടിയാണ് ദരീ. ഇത് വിശപ്പ് മാറ്റുകയോ ശരീരത്തിന് പുഷ്ടി നൽകുകയോ ചെയ്യുകയില്ല. ചുട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ് ഹമീം. ഇത് കുടിക്കുമ്പോൾ കുടലുകൾ കരിഞ്ഞു പോകുമെന്ന് ഖുർആൻ 47:15 പറയുന്നു. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന പഴുപ്പും രക്തവും കലർന്ന ഒരു ദ്രാവകമാണ് ഗസാക്ക്. ശിക്ഷാരീതികൾ. ഓരോരുത്തർ ചെയ്ത പാപത്തിൻ്റെ ഗൗരവമനുസരിച്ചുള്ള ശിക്ഷകളിലും മാറ്റമുണ്ടാവും. ഓരോരുത്തർ ചെയ്ത പാപത്തിൻ്റെ ഗൗരവമനുസരിച്ച് ശിക്ഷകളിലും മാറ്റമുണ്ടാവും. ഏറ്റവും ലഘുവായ ശിക്ഷ എന്ന് പറയുന്നത് ഒരാളുടെ പാദത്തിന് താഴെ കത്തുന്ന കനലായിരിക്കും. അത് കാരണമായി അയാളുടെ തലച്ചോറ് തിളയ്ക്കും. ഇതാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായി പറയപ്പെടുന്നത്. നരകവാസികളുടെ ശരീരം വളരെ വലുതാക്കപ്പെടും. ശിക്ഷ കൂടുതൽ അനുഭവിക്കാൻ വേണ്ടിയാണ് ഇത്. അവരുടെ ചർമ്മം കരിഞ്ഞു പോകുമ്പോഴെല്ലാം പുതിയ ചർമ്മം അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. തണുപ്പ് കൊണ്ടുള്ള ശിക്ഷ. നരകമെന്നാൽ കഠിനമായ ചൂട് മാത്രമല്ല, അസഹനീയമായ തണുപ്പിലൂടെയുള്ള ശിക്ഷയും അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. മാനസികമായ വേദന. ശാരീരിക വേദനയേക്കാൾ കഠിനമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന മാനസിക പ്രയാസം. അള്ളാഹുവിനെ കാണാനോ അവൻ്റെ കാരുണ്യം ലഭ്യമാകാനോ അവർക്ക് കഴിയുകയില്ല. മലക്കുകളായ കാവൽക്കാർ അവരോട് കർക്കശമായി പെരുമാറും. ഞങ്ങളെ ഒന്ന് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ നല്ലത് ചെയ്തേനെ എന്നവർ വിലപിക്കുമെങ്കിലും ആ അപേക്ഷ സ്വീകരിക്കപ്പെടുകയില്ല. ശാശ്വതമായി കഴിയുന്നവർ. അള്ളാഹുവിൽ പങ്കുചേർത്തവരും സത്യനിഷേധികളും നരകത്തിൽ എന്നെന്നും നിലനിൽക്കുമെന്ന് പറയുന്നു. താൽക്കാലികമായി കഴിയുന്നവർ. മുസ്ലിമായിരിക്കുകയും എന്നാൽ വലിയ പാപങ്ങൾ ചെയ്യുകയും ചെയ്തവർ അവരുടെ പാപത്തിനുള്ള ശിക്ഷ അനുഭവിച്ച ശേഷം അള്ളാഹുവിൻ്റെ കാരുണ്യത്താലോ ശുപാർശ മുഖേനയോ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും. ഇസ്ലാമിക വിശ്വാസപ്രകാരം അള്ളാഹു റഹ്മാനും റഹീമുമാണ്. കാരുണ്യം കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദയയെക്കുറിച്ചുള്ള ചില സുപ്രധാന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: എൻ്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, എന്നാൽ എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ്. ഖുർആൻ 7:156. നരകത്തിൽ നിന്ന് ഒരു തരി അളവിലെങ്കിലും വിശ്വാസമുള്ളവരെയെല്ലാം അവസാനം പുറത്തെടുക്കുമെന്ന് ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവരും നരകത്തിൽ എന്നെന്നും കിടക്കുകയില്ല. പണ്ഡിതന്മാരുടെ വിശദീകരണം ഇപ്രകാരമാണ്: താൽക്കാലിക ശിക്ഷ. തെറ്റുകൾ ചെയ്ത വിശ്വാസികൾ ശിക്ഷ കാലാവധിക്ക് ശേഷം സ്വർഗത്തിലേക്ക് വരും. അവരോട് അള്ളാഹു ദയ കാണിക്കും. ശാശ്വതമായ ശിക്ഷ.
അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുകയും ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തവർക്കാണ് ശാശ്വതമായ ശിക്ഷയെന്ന് ഖുർആൻ പറയുന്നു. സത്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടും അത് നിരസിച്ചവർക്ക് അവിടെ ദയ ലഭിക്കുകയില്ല. നരകമെന്നത് അള്ളാഹുവിന് ഒരാളെ വേദനിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് ഭൂമിയിൽ ചെയ്ത അനീതികൾക്കുള്ള നീതി നടപ്പാക്കലാണ്. ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ഒരാൾക്ക് അർഹമായ ശിക്ഷ നൽകാതിരിക്കുന്നത് ഇരകളോട് ചെയ്യുന്ന അനീതിയാകുമല്ലോ. ഇസ്ലാമിൽ ഏറ്റവും വലിയ പ്രത്യേകത മരിക്കുന്നത് വരെ പശ്ചാത്താപത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നതാണ്. എത്ര വലിയ പാപം ചെയ്താലും ആത്മാർത്ഥമായി മടങ്ങിയാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. നരകത്തിൽ എത്താതിരിക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹു ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യർക്ക് നൽകുന്നുണ്ട്. ഇവിടെ ചില പണ്ഡിതന്മാർ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അനന്തമായ കാലത്തിനു ശേഷം അള്ളാഹു തൻ്റെ അപാരമായ കാരുണ്യത്താൽ നരകത്തിൽ അവസാനിപ്പിക്കുമോ എന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. എങ്കിലും പൊതുവായ പ്രമാണം അവിശ്വാസികൾക്ക് അത് ശാശ്വതമാണ് എന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ അള്ളാഹു ശിക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ഒരാൾക്ക് നരകത്തിൽ പോകേണ്ടി വരുന്നത് അള്ളാഹുവിന് ദയയില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദയയെ ബോധപൂർവം തിരസ്കരിച്ചതുകൊണ്ടാണ്. നമ്മുടെ വീഡിയോ കണ്ടവരെല്ലാവരും നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇവിടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ, ഈ ഒരു വീഡിയോ ഒരു പക്ഷേ കാലാകാലം നിലനിൽക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റും ഇതിൽ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറും. നന്ദി.